ബസ്സിൽ ലൈംഗിക അതിക്രമം നടത്തിയെന്ന് ആരോപിച്ച് സാമൂഹിക മാധ്യമങ്ങളിൽ വീഡിയോ പ്രചരിപ്പിച്ചതിന് പിന്നാലെ യുവാവ് ജീവനൊടുക്കിയ സംഭവത്തിൽ അറസ്റ്റിലായ പ്രതി ഷിംജിത ഇപ്പോൾ റിമാൻഡിലാണ്. ഷിംജിതയുടെ അറസ്റ്റിന് പിന്നാലെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റുമായി എം മണി MLA രംഗത്ത് വന്നിരുന്നു. ഇപ്പോഴാണ് ശരിക്കും വൈറലായത് എന്നാണ് എം മണി എഴുതിയത്. ദീപകിന്റെ മരണത്തിന് പ്രേരണാകുറ്റം ചുമത്തപ്പെട്ടതിനെ തുടർന്ന് ഒളിവിലായിരുന്ന ഷിംജിതയെ വടകരയിലെ ബന്ധുവീട്ടിൽ വെച്ചാണ് പോലീസ് പിടികൂടുന്നത്. വടകര കൈനാട്ടി സ്വദേശിനിയാണ് ഷിംജിത. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ജീവനൊടുക്കിയതിന് പിന്നാലെ ഷിംജിതയുടെ മൊഴി രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് പ്രേരണക്കുറ്റം ചുമത്തിയതോടെ ഇവർ ഒളിവിൽ പോവുകയായിരുന്നു. ഇവർ രാജ്യം വിടാതിരിക്കാനായി ലുക്കൌട്ട് നോട്ടീസും പുറത്തിറക്കിയിരുന്നു. പോലീസ് അന്വേഷണം ഊർജിതമാക്കിയതോടെയാണ് ഷിംജിത വടകരയിലെ ബന്ധുവീട്ടിൽ ഉണ്ടെന്ന വിവരം കിട്ടിയതും ഉച്ചയോടെ അവരെ കസ്റ്റഡിയിലെടുത്തു. തുടർന്ന് ഒരു സ്വകാര്യ വാഹനത്തിലാണ് കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ ഷിംജിതയെ എത്തിച്ചത്. അതേസമയം പോലീസ് ഇങ്ങനെ ഷിംജിതയെ സ്വകാര്യ വാഹനത്തിൽ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചതിനെതിരെ BJP പ്രവർത്തകർ മെഡിക്കൽ കോളേജ് സ്റ്റേഷന് മുന്നിൽ പ്രതിഷേധവും നടത്തിയിരുന്നു. കുന്ദമംഗലം JFCM കോടതിയിൽ ഹാജരാക്കിയ ഷിംജിതയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്ത് മഞ്ചേരി വനിതാ ജയിലിലേക്കാണ് അയച്ചത്. ഷിംജിതയെ കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കിയ ശേഷമാണ് കോടതിയിൽ എത്തിക്കുന്നത്. ഈ കഴിഞ്ഞ വെള്ളിയാഴ്ച പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ബസ് സ്റ്റാൻഡിലേക്കുള്ള യാത്രക്കിടെ ലൈംഗിക ഉദ്ദേശത്തോടെ തന്റെ ശരീരത്തിൽ സ്പർശിച്ചെന്നും ഇക്കാര്യം താൻ വീഡിയോയിൽ ചിത്രീകരിക്കുന്നത് കണ്ടിട്ടും അതിക്രമം തുടർന്നെന്നുമായിരുന്നു ദീപകിന്റെ പേര് പരാമർശിക്കാതെ എന്നാൽ മുഖം വ്യക്തമാകുന്ന വിധം ഷിംജിത സാമൂഹിക മാധ്യമത്തിൽ വീഡിയോ സഹിതം പോസ്റ്റിട്ടത്. എഡിറ്റ് ചെയ്ത ആദ്യ വീഡിയോയിൽ ബസ് യാത്രയിലെ ദൃശ്യവും രണ്ടാമത്തെ വീഡിയോയിൽ ഈ സംഭവത്തെക്കുറിച്ചുള്ള ഷിംജിതയുടെ വിശദീകരണവുമായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ദിവസം കൊണ്ട് മാത്രം 23 ലക്ഷത്തോളം ആളുകൾ ഈ വീഡിയോ കണ്ടിരുന്നു. മാനക്കേട് താങ്ങാനാകാതെ മനസ്സ് തകർന്നാണ് മകൻ ജീവനൊടുക്കിയതെന്നും ഇനി ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്ന് മകൻ തന്നോട് പറഞ്ഞെന്നും വ്യക്തമാക്കിയാണ് അമ്മ കന്യക മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയത്. ബസ്സിലെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോൾ അതിലും ഷിംജിതയുടെ ആരോപണം ശരിവെക്കുന്നതൊന്നും ഉണ്ടായിരുന്നില്ല. അതോടെ ഓൾ കേരള മെൻസ് അസോസിയേഷനും വിവിധ വ്യക്തികളും ഷിംജിതയ്ക്കെതിരെ രംഗത്ത് വരികയും ചെയ്തു. മെഡിക്കൽ കോളേജ് പോലീസ് വടകരയിലെ ബന്ധുവീട്ടിൽ നിന്നാണ് ഷിംജിതയെ നാടകീയമായി പിടികൂടിയത്. പോലീസ് ജീപ്പ് ഒഴിവാക്കി മെഡിക്കൽ കോളേജ് SI VR അരുണിന്റെ കാറിൽ വടകരയിൽ നിന്നാണ് ഷിംജിതയെ വൈദ്യപരിശോധനയ്ക്കായി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഷിംജിതയ്ക്ക് അർഹിച്ച ശിക്ഷ നൽകണമെന്നാണ് ദീപകിന്റെ കുടുംബത്തിന്റെ ആവശ്യം. കോഴിക്കോട് ജില്ലാ കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ സമർപ്പിച്ചിരിക്കുമ്പോഴാണ് ഷിംജിതയെ മഫ്തിയിലെത്തിയ മെഡിക്കൽ കോളേജ് പോലീസ് സംഘം തന്ത്രപൂർവ്വം കുടുക്കിയത്. കൊയിലാണ്ടിയിൽ നിന്നും ഷിംജിതയെ മെഡിക്കൽ കോളേജ് സ്റ്റേഷനിൽ എത്തിക്കുമെന്ന് കരുതി സ്റ്റേഷനിൽ വലിയ ജനക്കൂട്ടമുണ്ടായിരുന്നു. അറസ്റ്റിലെ നാടകീയത അടക്കം ചൂണ്ടിക്കാട്ടി ഷിംജിതയെ രക്ഷപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നു എന്നാരോപിച്ച് ആ സ്റ്റേഷന് മുന്നിൽ BJP പ്രതിഷേധവും ഉണ്ടായിരുന്നു. ദീപകിന്റെ വീഡിയോ ചിത്രീകരിച്ച മൊബൈൽ ഫോൺ പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കും. ഷിംജിതയെ വിശദമായി ചോദ്യം ചെയ്യാൻ പോലീസിന് കസ്റ്റഡി അപേക്ഷയും നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ തിങ്കളാഴ്ച തന്നെ ഷിംജിതയിൽ നിന്നും പ്രാഥമികമായി മൊഴി രേഖപ്പെടുത്തിയിരുന്നു. അന്ന് തന്നെ ഷിംജിതയുടെ ഫോണും പോലീസ് കസ്റ്റഡിയിലെത്തിയിരുന്നു. ഫോണിൽ നിന്നും വിവാദമായ ദൃശ്യങ്ങൾ പോലീസ് കണ്ടെടുക്കുകയും ചെയ്തു. ദൃശ്യങ്ങൾ എഡിറ്റ് ചെയ്താണ് പ്രചരിപ്പിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ കൂടുതൽ വ്യക്തതയ്ക്ക് വേണ്ടിയാണ് പോലീസ് ശാസ്ത്രീയ പരിശോധനയ്ക്ക് വേണ്ടി ഫോൺ അയക്കുന്നത്. എന്തായാലും തനിക്ക് ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം നേരിട്ടു എന്നുള്ള മൊഴിയിൽ ഷിംജിത ഇപ്പോഴും ഉറച്ചു നിൽക്കുകയാണ്. ദീപക് ജീവനൊടുക്കാൻ കാരണമായ ഷിംജിതയെ ചീത്ത വിളിച്ചുകൊണ്ട് നൂറുകണക്കിന് വീഡിയോകൾ വരുന്നുണ്ട്. അത് ശരിയായ ഒരു രീതിയല്ല. ഷിംജിത ചെയ്ത തെറ്റ് ആവർത്തിക്കുകയാണ് ഇങ്ങനെയുള്ളവർ ചെയ്യുന്നത്. ഷിംജിത ഇപ്പോൾ കസ്റ്റഡിയിലാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് കോടതിക്ക് ബോധ്യപ്പെടണം. നിയമത്തിന്റെ വഴിയിലൂടെ അവർ ശിക്ഷിക്കപ്പെടണം. ദീപകിനെ സോഷ്യൽ മീഡിയയിലേക്ക് പരസ്യ വിചാരണയ്ക്ക് ഇട്ടുകൊടുത്ത ആളാണ് ഷിംജിത. ആ സങ്കടം കൊണ്ടാണ് അയാൾ ജീവനൊടുക്കുന്നത്. അതേ രീതിയിൽ ഷിംജിതയോട് ദേഷ്യം തീർക്കുന്നവരും ആ സ്ത്രീയും തമ്മിൽ യാതൊരു മാറ്റവുമില്ല.